ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി മോഡലാണ് വരുന്നത്. 2500 വാട്ട് അവർ പാനൽസ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ 5 ആംപിയറിൻ്റെ സ്നൈഡറിൻ്റെ ഒരു MCB ആണ് കൊടുത്തിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു 3 kVA ലിഥിയം ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ 590 വാട്ട്സിൻ്റെ UTLൻ്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ പാനൽസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുറ്റത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. റൂഫിൽ സ്ഥലമില്ലാത്തവർക്ക് ഇത്തരത്തിൽ തടസ്സമില്ലാത്ത ഒരു മുറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ നമ്മൾ പാനൽ 2 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഏകദേശം 90 വോൾട്ടോളം DC വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വീട്ടിൽ ഒരു ഫുൾ ടൈം പവർ സപ്ലൈ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ KSE ബില്ല് ഒരു 2000 രൂപയ്ക്ക് താഴത്തോട്ടൊക്കെ ലിമിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക്, ഇനി ഓൺ ഗ്രിഡ് സിസ്റ്റം ഓൾറെഡി വീട്ടിൽ ചെയ്തിട്ടുള്ളവർക്ക് പോലും ഫുൾ ടൈം പവർ ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. 1 kVA കപ്പാസിറ്റിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന 2 ടോപ്പ് കോൺ പാനൽസ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ പാനൽ സെറ്റപ്പാണ് കാണുന്നത്. 590 വാട്ട്സ് കപ്പാസിറ്റി വരുന്ന 2 ടോപ്പ് കോൺ സോളാർ പാനൽസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബൈഫേഷ്യൽ പാനൽസ് ആണ്. ഇവിടെ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് റൗണ്ട് മൗണ്ടഡ് ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടായിരുന്നില്ല. വീടിൻ്റെ മുകളിലൊക്കെ റൂഫ് ടൈൽസ് ആണ് പാകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പാനലിന് വേണ്ടി നമ്മളതിന് മുകളിലേക്കൊക്കെ പോകുന്നതിലും കുറച്ചുകൂടെ വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം 1200 വാട്ട്സോളം പാനൽ കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ 3 യൂണിറ്റ് മുതൽ 5 യൂണിറ്റ് വരെ ഈ സിസ്റ്റത്തിൽ നിന്നും പ്രൊഡക്ഷൻ സാധ്യമാവുന്നതാണ്. സാധാരണഗതിയിൽ 2000 രൂപ വരെയൊക്കെ ബില്ല് വരുന്നവർക്ക് ഫുൾ ടൈം പവർ സപ്ലൈ ആവശ്യമുള്ളവർക്ക് ഒരു നല്ലൊരു സോളാർ ബാക്കപ്പ് സൊല്യൂഷനായിട്ട് ഇങ്ങനെ 2 പാനൽസ് വെച്ചിട്ട് ഒരു 3 kVA ഇൻവെർട്ടർ വെച്ച് സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. 3 kVA കപ്പാസിറ്റിയുള്ള ലിഥിയം കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവെർട്ടറും 24 വോൾട്ടാണ് സിസ്റ്റം. അതുപോലെ 100Ah 24 വോൾട്ട് അല്ലെങ്കിൽ 25.6 വോൾട്ട് വരുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്കുമാണ് വരുന്നത്. ഏകദേശം 2.5 യൂണിറ്റ് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ബാറ്ററിക്കുണ്ട്. 5 വർഷം ഫ്രീ ഓൺസൈറ്റ് സർവീസ് വാറണ്ടിയാണ് കമ്പനി ഈ ബാറ്ററിക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 വർഷം ഫ്രീ സർവീസ് ഉള്ള UTLൻ്റെ ഗാമ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ലിഥിയം കോമ്പാറ്റബിൾ ആയിട്ടുള്ള മോഡലാണ്. ഈ സോളാർ ഇൻവെർട്ടറിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നമ്മളുടെ പല വർക്കുകളിലും ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർക്ക് ആ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യാവുന്നതാണ്. ഉപയോഗിച്ചിരിക്കുന്നത് 590 വാട്ട്സിൻ്റെ UTLൻ്റെ തന്നെ ടോപ്പ് കോൺ സീരീസിൽ വരുന്ന ലേറ്റസ്റ്റ് ബൈഫേഷ്യൽ സോളാർ പാനൽസ് ആണ്. 32 ആംപിയറിൻ്റെ DC MCBയിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. 6² mmൻ്റെ DC കേബിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലിഥിയം ബാറ്ററിയെ പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് വിവരിച്ചുകൊണ്ടും കപ്പാസിറ്റി വിവരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അവൈലബിൾ ആണ്. ഇത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചാനലൊന്ന് വാച്ച് ചെയ്യുക. പുതിയ മോഡൽ ഗാമ പ്ലസിൻ്റെ ഒരു പ്രത്യേകത ഇത് ട്യൂബുലാർ ബാറ്ററിക്കും ലിഥിയം ബാറ്ററിക്കും ഒരുപോലെ കോമ്പാറ്റബിൾ ആണെന്നുള്ളതാണ്. ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് KSEB ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാം, അതുപോലെ തന്നെ ഇനേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ PCU സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന 3 യൂസ്ഫുൾ ആയിട്ടുള്ള മോഡുകളുണ്ട്. അത്യാവശ്യം 1500 മുതൽ 1800 വാട്ട്സ് വരെയുള്ള ലോഡ് കണ്ടീഷൻസിൽ നമുക്ക് ഈ ഇൻവെർട്ടർ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പകൽ സമയത്ത് 1000 വാട്ട്സ് ലൈവ് ലോഡൊക്കെ ഉള്ളവർ 4 പാനൽസ് വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും സ്യൂട്ടബിൾ. ഇവിടെ നമ്മൾ നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പകൽ സമയത്ത് ഫ്രിഡ്ജും TV, ലൈറ്റ്, ഫാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് പോവുകയും രാത്രി സമയത്ത് കറണ്ട് പോയാൽ നല്ല ബാക്കപ്പ് കിട്ടുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സിസ്റ്റം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡെയിലി നമ്മുടെ ടോട്ടൽ ഉപയോഗത്തിൽ നിന്ന് ഒരു 4 മുതൽ 5 യൂണിറ്റ് വരെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ 590 വാട്ട്സിൻ്റെ 2 പാനലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആവറേജ് നമുക്കൊരു 3 മുതൽ 5 യൂണിറ്റ് വരെ വൈദ്യുതി പ്രൊഡക്ഷൻ സാധ്യമാവുന്നതാണ്. പിന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളിൽ നമ്മുടെ ഉപയോഗം പോലെയാണ് വൈദ്യുതി പ്രൊഡക്ഷൻ ഇരിക്കുന്നത്. നമ്മൾ മുൻപും വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി മോഡലാണ് വരുന്നത്. ഇതിൽ 5 വർഷം വാറണ്ടി വരുന്നുണ്ട്. 100Ah 25.6 ആണ് ബാറ്ററി റേറ്റഡ് കപ്പാസിറ്റി വരുന്നത്. ഇതിൽ നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി സൂചിപ്പിക്കുന്നത് തന്നെ ഏകദേശം 2500 വാട്ട് അവർ, അതായത് 2.5 യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിൽ ഏകദേശം 2 യൂണിറ്റ് അടുത്ത് നമുക്ക് റിയൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ 2 യൂണിറ്റോളം നമുക്ക് പുറത്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലൊരു ഓൺ ഓഫ് അല്ലെങ്കിൽ ഒരു DC MCB കൊടുത്തിട്ടുണ്ട്. ഒരു കട്ട് ഓഫ് സ്വിച്ചാണ്. അതായത് ഏകദേശം 125 ആംപിയറിൻ്റെ സ്നൈഡറിൻ്റെ ഒരു MCB ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ മറു സൈഡിൽ ഒരു സ്വിച്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് അവൈലബിൾ ആണ്. പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനൽസ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കപ്പാസിറ്റി, വാറണ്ടി കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി വാർണിങ്ങുകൾ കൃത്യമായിട്ട് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ബാറ്ററി 100Ah ആണ്. ഇതിൻ്റെ മാക്സിമം ചാർജിങ് കറണ്ട് 40 ആംപിയർ ആണ്. മാക്സിമം ഡിസ്ചാർജിങ് കറണ്ട് 85 ആംപിയറും ആണ്. അപ്പോൾ ഹെവി ലോഡിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും വളരെ സ്റ്റേബിൾ പെർഫോമൻസ് ഈ ബാറ്ററി തരുന്നുണ്ട്.
ഇതിനെ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 150 അല്ലെങ്കിൽ 160 AHൻ്റെ 12 വോൾട്ട് ബാറ്ററികൾ ഉപയോഗിക്കുന്ന അതേ ഒരു പെർഫോമൻസ് നമുക്ക് ഏകദേശം ഈ 100 AHൻ്റെ 25.6 വോൾട്ട് ഈ ബാറ്ററി പാക്കിൽ നിന്ന് കിട്ടുന്നതാണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് ബാറ്ററി കൺവേർഷൻ ലോസസ് ലെഡ് ആസിഡിനെ അപേക്ഷിച്ച് കുറവാണ്. വീട്ടിൽ നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ, അതുകൂടാതെ ഫുൾ ടൈം പവർ സപ്ലൈ ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റിൽ ഉപയോഗിക്കുന്നവർക്ക് ഈ സിസ്റ്റം വളരെ ആപ്റ്റാണ്. ഡെയിലി നമുക്കൊരു 3 മുതൽ 5 യൂണിറ്റ് വരെ വൈദ്യുതി പ്രൊഡക്ഷൻ ഈസി ആയിട്ട് ഈ സിസ്റ്റത്തിൽ നിന്ന് സാധ്യമാകുന്നതാണ്. ഇതിൽ 2000 രൂപ റേഞ്ചിൽ വരുന്നവർക്ക് ഈ സിസ്റ്റം വളരെ ആപ്റ്റാണ്. വളരെ 500 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ലിമിറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും. വീട്ടിലെ AC അതുപോലെ തന്നെ പവർ ലോഡുകൾ ഒഴികെയുള്ള സിസ്റ്റംസ് നമുക്കിതിൽ കണക്ട് ചെയ്യാം. പകൽ സമയത്ത് ഇൻവെർട്ടർ ACകൾ ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ 4 സോളാർ പാനൽസ് വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊരു 24 വോൾട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഹെവി ലോഡുകൾ, സർജ് ലോഡുകളൊന്നും നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. 1/2 HP വരെയുള്ള പമ്പുകളൊക്കെ ഇതിൽ കണക്ട് ചെയ്യാം. 1 HP കൂടുതൽ സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കുന്ന മോട്ടറുകളൊക്കെ ഇതിൽ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ലൈഫിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. 40 ആംപിയറിൻ്റെ MPPT ആണ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ബൈ ഡീഫോൾട്ട് 18 ആംപിയറാണ് ബാറ്ററി ചാർജിങ് വരുന്നത്. നമുക്കത് വേണമെങ്കിൽ കുറച്ചുകൂടെ അല്പം ഉയർത്തി വെക്കാവുന്നതാണ്. ഇൻവെർട്ടറിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ മുൻപും വീഡിയോകളിലൂടെ വിവരിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് 2160 വാട്ട്സാണ് സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ട് കമ്പനി പറയുന്ന കപ്പാസിറ്റി. ഏകദേശം 545 വാട്ട്സിൻ്റെയൊക്കെ 4 പാനൽ കണക്ട് ചെയ്യാം. നിലവിൽ നമ്മൾ 590ൻ്റെ 2 എണ്ണമാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 106 വോൾട്ടാണ് VOC സപ്പോർട്ട് ചെയ്യുന്നത്. ആ വോൾട്ടേജിന് മുകളിൽ പോകാതെ പാനലുകൾ നമുക്ക് പല രീതിയിൽ കോൺഫിഗർ ചെയ്യാം. വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസിനും ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി ആവശ്യങ്ങൾക്കും സോളാർ പാനൽ ഇൻസ്റ്റലേഷൻ സർവീസുകൾക്കും അത് ഓൺ ഗ്രിഡ് ആയിക്കോട്ടെ ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റംസിന് ഇൻസ്റ്റലേഷൻസുമായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. വീഡിയോ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന കാര്യവും ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോയുമായിട്ട് നമുക്ക് ചാനലിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.